ആലപ്പുഴ ചേർത്തലയിൽ യുവതി മരണപ്പെട്ട സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്ത സംഭവത്തിൽ കുടുംബത്തിന് അതൃപ്തി. അച്ഛൻ അമ്മയെ കൊലപ്പെടുത്തിയതാണെന്ന് ദൃക്സാക്ഷിയായ മകളുടെ മൊഴിയുണ്ടായിട്ടും ചേർത്തല പോലീസ് പ്രതിയായ സോണിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്ത പോലീസ് നിലപാടിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് കുടുംബം. ചേർത്തലയിൽ കഴിഞ്ഞ 9-ന് മരണമടഞ്ഞ സജി എന്ന 46-കാരിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസിൽ പരാതി നൽകിയത് 19 വയസ്സുള്ള മകൾ മിഷ്മയാണ്. അച്ഛൻ അമ്മയുടെ തല ഭിത്തിയിൽ ഇടിപ്പിച്ച ശേഷം മുകളിലെ നിലയിൽ നിന്ന് തള്ളി താഴേക്കിടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകിയ നിർണായക മൊഴി. 1.5 മണിക്കൂർ വൈകിച്ച ശേഷം ബന്ധുക്കളുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു ആശുപത്രിയിലെത്തിക്കാൻ സജിയുടെ ഭർത്താവായ സോണി തയ്യാറായതെന്നും പരാതിയിൽ മകൾ ആരോപിച്ചു. 1 മാസത്തോളം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന സജി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ സോണി സജിയെ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്ന് സജിയുടെ സഹോദരങ്ങളും വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്നതായിരുന്നു അയൽക്കാരുടെ വാക്കുകളും. അവിടെ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇടയ്ക്കിടയ്ക്ക് ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് അലമ്പോലും വഴക്കും പിന്നെ മദ്യപാനം എല്ലാം ഉണ്ട്. എന്നാൽ 1 മാസം ചികിത്സയിലിരുന്ന ശേഷം മരണപ്പെട്ട വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക സാധ്യത തള്ളിക്കളഞ്ഞ പോലീസ് നടപടിക്കുമേൽ കടുത്ത അതൃപ്തിയാണ് കുടുംബത്തിനുള്ളത്. 1 മാസം ചികിത്സയിലിരുന്നുവെന്ന് മാത്രമല്ല, അടക്കം ചെയ്ത് 3 ദിവസത്തിനു ശേഷം പുറത്തെടുത്ത ബോഡിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ബാഹ്യമർദ്ദനത്തിന്റെ എന്ത് തെളിവുകളാണ് അവശേഷിക്കുകയെന്ന ചോദ്യവും ഉയരുന്നു. മകളുടെയും നാട്ടുകാരുടെയും മൊഴികളെ ആസ്പദമാക്കി വിശദമായ അന്വേഷണം നടത്താതെയാണ് സോണിയെ രക്ഷിക്കുന്നതിനായി മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം മാത്രം ചുമത്തിയതെന്നും കുടുംബം ആരോപിക്കുന്നു. പോലീസ് വീഴ്ചയ്ക്കെതിരെ നിയമ നടപടികളുമായി നാളെ സജിയുടെ സഹോദരങ്ങൾ ആലപ്പുഴ കോടതിയെ സമീപിക്കും. ന്യൂസ് 18 ആലപ്പുഴ.